സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട. രാമായണ മാസാചരണം 13-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സംപൂജ്യ സ്വാമി വേദാമൃതാനന്ദപുരി, അമൃതപുരി, വള്ളിക്കാവ്. ജയ് ശ്രീറാം. ശ്രീറാം ജയ രാം ജയ് ജയ രാം. ശ്രീറാം ജയ രാം ജയ് ജയ രാം. കോജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീറാം ജയ രാം ജയ് ജയ രാം. വളരെ സന്തോഷം ഇത്തരത്തിലൊരു രാമായണത്തെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരം ഉണ്ടായതിൽ. അതിലും ഉപരിയായിട്ട് എനിക്ക് ബദരീനാഥിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കാനൊരു അവസരം ഉണ്ടായത്. ഭഗവാന്റെ ദർശനമെല്ലാം കിട്ടി, അനുഗ്രഹം കിട്ടി. സാക്ഷാൽ ശ്രീനാരായണൻ്റെ പ്രത്യേക ആവാസ സ്ഥാനം തന്നെയാണല്ലോ ബദരികാശ്രമം. ഏതായാലും ഭഗവാന്റെ ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് രാമായണത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാനുള്ളത്, രാമായണം കാലാതിവർത്തിയാണ്. കാലത്തിൻ്റെ അനുസ്യൂത പ്രവാഹത്തിൽ ഭാരതത്തിൻ്റെ മഹത്തായ ധർമ്മനിഷ്ഠയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായിട്ടാണ് രാമായണവും ശ്രീരാമനും നിലനിൽക്കുന്നത്. കേവലം ഒരു രാമായണ മാസത്തിൽ ഒതുക്കേണ്ടതല്ല രാമായണ സപര്യ. നമ്മുടെ ഭാരതം ഇന്നും ആത്മീയതയുടെ സംസ്കാരത്തിൻ്റെ നാടായി അറിയപ്പെടുന്നു. ധർമ്മേ സത്യം പ്രതിഷ്ഠിത എന്ന് പറയാറുണ്ടല്ലോ. ധർമ്മത്തിലാണ് സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ധർമ്മമൂർത്തിയായിട്ടാണ് നാം ശ്രീരാമനെ ആരാധിക്കുന്നത്. ശ്രീരാമൻ മാതൃകാ പുരുഷോത്തമനാണ്. നാരദ മഹർഷിയും വാൽമീകി മഹർഷിയും തമ്മിലുള്ള ഒരു സംഭാഷണം, അവിടെ വാൽമീകി മഹർഷി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: 15 ഗുണങ്ങളോട് കൂടിയ ഒരു മനുഷ്യൻ ഭൂമിയിൽ, അങ്ങനെ ഏകദേശം സർവ്വഗുണങ്ങളോടും കൂടിയൊരു മനുഷ്യൻ ആരാണ്? അല്ലയോ ശ്രീ നാരദ മഹർഷി, സമ്പൂർണ്ണ ഗുണവാനായിട്ട്, വീര്യവാനായിട്ട്, ധർമ്മജ്ഞനായിട്ട്, ഉപകാര സ്മരണകളെ ഉള്ളവനായിട്ട്, സത്യനിഷ്ഠയുള്ളവനായിട്ട്, ദൃഢവ്രതനായിട്ട്, ഗുണമുള്ളവനായിട്ട്, സർവഭൂത ഹിതേരഥനായിട്ട്, വിദ്വാനായിട്ട്, ആത്മബലം ഉള്ളവനായിട്ട്, ക്രോധത്തെ ജയിച്ചവനായിട്ട്, ആരോടും അസൂയ ഇല്ലാത്തവനായിട്ട്, ധർമ്മരോഷം ഇല്ലാത്തവനായിട്ട്, ഇത്രയും ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ അങ്ങേക്ക് എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടിയായിരുന്നു ശ്രീരാമൻ്റെ ചരിത്രം അഥവാ രാമായണം എന്ന് പറയുന്നത്. ബാലമരണങ്ങളോ വൈദവ്യ ദുഃഖങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ വന്യജീവി ആക്രമണങ്ങളോ ഇല്ലാത്ത സത്യവും ധർമ്മവും വൈദിക ധർമ്മവും പ്രജാക്ഷേമ തൽപരതയുമുള്ള രാജ്യമായിരുന്നു അയോധ്യ. സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഒരു മാതൃകാ രാമരാജ്യമായി കാണാനായിരുന്നു മഹാത്മാഗാന്ധിയെ പോലുള്ളവർ സ്വപ്നം കണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ശ്രീരാമൻ കാണിച്ചു തന്നിരിക്കുന്നു. ആധുനിക കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിലും സത്യവും ധർമ്മവും എക്കാലത്തും ഒരുപോലെ തന്നെയാണ്. എക്കാലത്തും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. രാ എന്ന ശബ്ദത്തെ വിശ്വത്തെയും മാ എന്ന ശബ്ദം ഈശ്വരനെയും സൂചിപ്പിക്കുന്നു. രാമനാമം താരകമന്ത്രം കൂടിയാണ്. രാമനാമത്തിൽ ഹരിയും ഹരനും ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. രാമശബ്ദത്തിന് സ്വയം രമിക്കുന്നവനെന്നും മറ്റുള്ളവരെ രമിപ്പിക്കുന്നവനെന്നും അർത്ഥമുണ്ട്. രാമൻ ആത്മാരാമൻ കൂടിയാകുന്നു. തുളസീദാസ് തൻ്റെ രാമചരിത മാനസത്തിൽ പറയുന്നു: ഏ മഹാപ്രഭോ, അവിടുത്തെ തിരുനാമം കല്ലുകളെ സമുദ്രത്തിൽ താഴാതെ നിലനിർത്തിയിട്ടുണ്ട്. വാനരന്മാർക്ക് മഹാസമുദ്രം തരണം ചെയ്യുവാൻ സഹായിച്ചിട്ടുണ്ട്. രാമനാമം എന്ന മുക്തിക്കുള്ള താരകമന്ത്രം കൂടിയാണ്. ഇത്തരത്തിൽ അനവധി മഹാത്മ്യം രാമായണത്തിനുണ്ട്. ശ്രീരാമൻ യാതൊരു സങ്കോചവും കൂടാതെ രാജ്യവും രാജ്യസ്വഭാവങ്ങളും ഒരു നിമിഷം കൊണ്ട് ഉപേക്ഷിച്ച് പോയാൻ ത്യാഗത്തിന് വേണ്ടി തയ്യാറായവനാണ്. അങ്ങനെയാണ് വനവാസത്തിന് പുറപ്പെടുന്നത്. യാതൊരുവിധ മമതയും ഉണ്ടായിരുന്നില്ല. ചിത്രകൂടത്തിൽ ശ്രീരാമൻ കഴിയുമ്പോഴാണ് ഭരതനും പരിവാരങ്ങളും രാജകുടുംബങ്ങളും മന്ത്രിമാരും കുലഗുരുവും മഹർഷിമാരും അയോധ്യ നിവാസികളും രാമനെ തിരികെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. സർവ്വവിധ ഐശ്വര്യങ്ങളും തൻ്റെ കാൽക്കൽ വന്നിട്ടും രാമന് ചാഞ്ചല്യമില്ലായിരുന്നു. ശ്രീരാമൻ പറയുന്നു: ചന്ദ്രൻ്റെ ശോഭ മങ്ങിയെന്ന് വരാം, ഹിമവൽ പർവ്വതത്തിലെ മഞ്ഞുരുകിയെന്ന് വരാം,
സമുദ്രം കരകവിഞ്ഞൊഴുകിയേക്കാം. പക്ഷേ രാമൻ വാക്കുമാറുകയില്ല. അയോധ്യയിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ വന്നവരിൽ തൻ്റെ രാജ്യാഭിഷേകം മുടക്കിയവരോട് തെല്ലും നീരസം ശ്രീരാമനുണ്ടായില്ല. പ്രത്യേകിച്ച് കൈകേയി അമ്മയോട് പോലും. ശ്രീരാമൻ കൈകേയിയെ മാതൃതുല്യം ആദരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരുപാട് മാതൃക ശ്രീരാമൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ആധുനിക സമൂഹം തീർച്ചയായിട്ടും ഏറ്റെടുക്കേണ്ടതും വായിക്കേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം. ഓരോ മഹാ അവതാരങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ധർമ്മ സംസ്ഥാപനാർത്ഥമാണ്. ആത്മാനാം മാനുഷം മന്യേ രാമം ദശരഥാത്മജം എന്ന് ശ്രീരാമനെ പറ്റി പറയാറുണ്ട്. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആർജവത്തിൻ്റെ ഒക്കെ പ്രതീകമായ ധർമ്മത്തിൻ്റെയും പ്രതീകമായ രാമനെ നമുക്ക് ജീവിത മാതൃകയായിട്ട് സ്വീകരിച്ചാൽ ജീവിതം വളരെ സന്തോഷകരമായും ആനന്ദകരമായും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ സമൂഹത്തിൽ അത്തരം ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം. ജയ് ശ്രീറാം.